ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന രീതിയായിരുന്നു. നമ്മളെ വീട്ടിലുണ്ടാകുന്ന കുരുമുളകൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന രീതിയായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വരുത്തി ചെറിയ പാക്കറ്റായിട്ട് ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് ഇപ്പോൾ കൊടുത്തു വരുന്നത്. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേ നമ്മൾ കടകളിലൊക്കെ പോയി ചോദിച്ചു, എന്താണ് ഇപ്പോൾ കുരുമുളക് ഇതുപോലെ പാക്കറ്റാക്കി വന്നാൽ വിൽക്കുമോ സെയിലാവുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, കുരുമുളക് ഇങ്ങനെ ആരും വാങ്ങുന്നില്ല, അത് ചിലരൊക്കെ വാങ്ങുന്നുള്ളൂ, കൂടുതൽ ആൾക്കാരും പൊടിയായിട്ടാണ് വാങ്ങുന്നത്. ഇങ്ങനെ ഗ്ലാസ് പേപ്പറിലാക്കിയിട്ട് കുരുമുളക് വാങ്ങുന്നില്ല, കൂടുതൽ പേരും ഇത് പൊടിയായിട്ടാണ് വാങ്ങുന്നതെന്ന്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ജനങ്ങളുടെ ആ ഒരു രീതി. കാരണം അവർ മായം ചേർത്തത് മാത്രമേ കഴിക്കൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ പൊടിയിൽ മായങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ കുറച്ച് കാലമായിട്ട് അറിയുന്ന ഒരു അറിവ്. ഇതിൻ്റെ കുരുമുളകിൻ്റെ തണ്ടില്ലേ, ഇതിൻ്റെ തോക്കയുടെ ഒരു തണ്ടുണ്ട്. ആ തണ്ട് ഇതേപോലെ കുരുമുളകിൻ്റെ കൂടെ നന്നായിട്ട് ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ടാണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി, കുറച്ച് കുരുമുളകും കുറച്ച് അതും കൂടി ആക്കിയാണ് കുരുമുളകിൻ്റെ പൊടി തയ്യാറാക്കുന്നത്. അപ്പോൾ മായം ചേർത്തതേ കഴിക്കൂ എന്ന് തീരുമാനിച്ചു ഉറച്ചവരെ നമുക്ക് ഇതിലേക്കൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അല്ലാത്തവർ ഫ്രഷായിട്ടുള്ള കുരുമുളക് വാങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അത് പൊടിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ, അതിലിട്ട് പൊടിക്കുക. അത് വാങ്ങുമ്പോൾ തന്നെ നമുക്കതിൽ മായം ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ കഴിയും. കാരണം കുരുമുളക് കാണാത്തവരല്ലല്ലോ നമ്മൾ കുരുമുളകൊക്കെ എത്രയോ നല്ല രീതിയിൽ കണ്ടു വളർന്നവരാണ്. അപ്പോൾ കുരുമുളകിൽ മായം ചേർത്തത് നമുക്ക് എങ്ങനെയായാലും തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ പൊടിക്കാത്ത കുരുമുളക്, ഫ്രഷ് കുരുമുളകിലുള്ള മായം ഓമക്കായൻ്റെ കുരുവാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് എന്താണ് അതിൻ്റെ വാസ്തവം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അറിയാത്തതൊന്നും പറയില്ല. പക്ഷേ കുരുമുളക് പൊടിക്കുന്നത് അതിൽ കുരുമുളകിൻ്റെ തണ്ട് ചേർക്കുന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. കാരണം അതിൽ ഒരു ചെറുതായിട്ടുള്ള എരിവ് തണ്ടിലൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ ഇല ഒന്ന് കടിച്ചു നോക്കിയാൽ ചെറിയ എരിവൊക്കെ ഉണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും ഒരു മണവും രുചിയൊക്കെ അതിൻ്റെ തണ്ടിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തണ്ട് നമ്മൾ കുരുമുളക് പൊടിയിൽ ചേർന്ന് വരുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താണ്, കുരുമുളകിൻ്റെ അത്ര ഗുണമുണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ ആ മായം കൊണ്ട് അത്രയേ ഉള്ളൂ. പിന്നെ ഓമക്കായൻ്റെ കുരു ചേർക്കപ്പെടുന്നു എന്ന് പറയുന്നത് അത് പൊടിക്കാത്ത കുരുമുളകിലാണ്. കാരണം അത് രണ്ടും ഉണങ്ങി കഴിഞ്ഞാൽ ഒരുപോലെ തിരിച്ചറിയാൻ കഴിയാത്തൊരു ഇത് തന്നെയാണ്. എങ്കിലും നമുക്ക് കുരുമുളകിനെ അറിയുന്നവർക്ക് അത് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ പാക്കറ്റ് ചെയ്തപ്പോൾ ചില കടക്കാരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അത്രയും മതി നമുക്ക്. അതിൻ്റെ കൂടെ നമ്മൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങളൊക്കെ നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഇത്രയൊക്കെയാണ് കുരുമുളകിനെ കുറിച്ച് പറയാനുള്ളത്. വില കൂടുന്ന ഓരോ വസ്തുക്കളിലും മായം ചേർത്തുകൊണ്ടിരിക്കും. അത് വാങ്ങുന്ന നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന മായം ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.